ഇൻക്രീസ് ഇൻ വെയിറ്റ് നമ്മളൊരു 7 മുതൽ 11 കിലോയിൽ നിർത്തണം. ഇനി ഒബീസ് ആണെങ്കിൽ 7 കിലോയിൽ കൂടുതൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ കൂടുന്ന വെയിറ്റും യൂഷ്വലി മുഴുവൻ ഫാറ്റാണ്. ഇത് നമ്മുടെ ബോഡിക്ക് കുറേയും കൂടി ഡാമേജിങ് ആണ്. ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചേക്കണേ. നമ്മൾ നോർമൽ വെയിറ്റ് ആണെങ്കിൽ ഇത്ര കൂടണം എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ബേബി ഒരു എസെൻഷ്യൽ പാരസൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ സ്മിതി ജോർജ്, ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വി ആർ പ്രഗ്നൻറ്റ് സീരീസിൻ്റെ 6th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡയറ്റ് ആൻഡ് വെയ്റ്റ് ഇൻ പ്രഗ്നൻസിയാണ്. ഇന്ന് ഓവർ വെയ്റ്റും ഒബീസിറ്റിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് യുവജനങ്ങളെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അറൗണ്ട് 30% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ഒബീസ് ആണെന്നും, ഒബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, ഹൈറ്റ് ഫോർ വെയ്റ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം 150 സെൻറ്റിമീറ്റർ പൊക്കം ഉണ്ടെങ്കിൽ നമുക്ക് 50 കിലോ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് 30യുടെ മുകളിലാണെങ്കിലാണ് നമ്മൾ ഒബീസ് എന്ന് പറയുക. അതേമാതിരി ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് 25ൻ്റെ മുകളിലാണെങ്കിലാണ്. അപ്പോൾ ഇത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മളിപ്പോൾ എല്ലാവരും ചലനരഹിതരായിട്ടുള്ള ഒരു ജോലിയാണ് എല്ലാവരും തന്നെ ചെയ്യുന്നത്. അതേമാതിരി ഇഷ്ടം പോലെ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെയാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ ഓവർ വെയ്റ്റും ഒബീസിറ്റിയും വളരെ കൂടുതലാണ്. ഇത് പ്രഗ്നൻസിയിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രഗ്നൻസിയിൽ എബോർഷൻ തന്നെ 15% ഇൻക്രീസ് ഈ ഓവർ വെയ്റ്റും ഒബീസ് പ്രഗ്നൻസിയിലും ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വെയിറ്റ് കൂടാം, എന്ത് ഡയറ്റ് കഴിക്കണം, ഇത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് കഴിക്കേണ്ട ആവശ്യമില്ല പ്രഗ്നൻസിയിൽ. ഒരു ഗർഭിണി എക്സ്ട്രാ 300 കാലറി കഴിച്ചാൽ മതി. ഈ 300 കാലറി എന്ന് പറയുമ്പോൾ ഒരു മുട്ടയും ഒരു ഗ്ലാസ് സ്കിംഡ് മിൽക്ക് കഴിച്ചാൽ തന്നെ ഈ കാലറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. പിന്നെ എത്ര വെയിറ്റ് പ്രഗ്നൻസിയിൽ കൂടണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ പ്രീ പ്രഗ്നൻസി വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള വെയിറ്റ് നോർമൽ വെയിറ്റ് ആണെങ്കിൽ നമുക്കൊരു 11 മുതൽ 16 കിലോ വരെ കൂടാം. ഇത് കൂടണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇൻക്രീസ് ഇൻ വെയിറ്റ് നമ്മളൊരു 7 മുതൽ 11 കിലോയിൽ നിർത്തണം. ഇനി ഒബീസ് ആണെങ്കിൽ 7 കിലോയിൽ കൂടുതൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ കൂടുന്ന വെയിറ്റും യൂഷ്വലി മുഴുവൻ ഫാറ്റാണ്. ഇത് നമ്മുടെ ബോഡിക്ക് കുറേയും കൂടി ഡാമേജിങ് ആണ്. ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചേക്കണേ. നമ്മൾ നോർമൽ വെയിറ്റ് ആണെങ്കിൽ ഇത്ര കൂടണം എന്ന് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ബേബി ഒരു എസെൻഷ്യൽ പാരസൈറ്റ് ആണെന്നാണ് പറയുന്നത്. അമ്മ ഒരു വെയിറ്റ് കൂടിയില്ലെങ്കിലും നോർമൽ വെയിറ്റ് ആയിട്ടുള്ള അമ്മയുടെ കുഞ്ഞ് അമ്മയിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് അത് നോർമലായിട്ട് വളർന്നോളും. അമ്മ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ പ്രഗ്നൻസിയിലെ വെയിറ്റ് ഗെയിൻ കൂടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുള്ളൂ. അതേമാതിരി ഡയറ്റ് നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. നമ്മുടെ മലയാളി ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സപ്പോസ് 3 ഇടിയപ്പവും മുട്ടക്കറിയും കഴിച്ചു എന്ന് വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ഫൈബർ തീരെ ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൂടുതൽ ഫൈബറുള്ള കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കുറച്ച് ചെറുപയർ മുളപ്പിച്ചത് 2 ദിവസം മുളപ്പിച്ച് കഴിഞ്ഞ് അത് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ അത് ഇപ്പം നമ്മൾ 3 ഇടിയപ്പം കഴിക്കുന്നതിന് പകരം 1 ഇടിയപ്പവും കഴിച്ച് അതിനോടൊപ്പം തന്നെ ഈ സ്പ്രൗട്ട്സും കറിയും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനും തോന്നും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വയറ് നിറയും. നമ്മുടെ ഡയറ്ററി ഫൈബർ നല്ല കണ്ടൻറ്റ് ഈ ചെറുപയർ മുളപ്പിച്ചതിലുണ്ട്. അതേമാതിരി ലഞ്ച് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ മലയാളി റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ കുറേ ചോറ് കഴിക്കുക, കുറച്ച് കറി കഴിക്കുക. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ 5 ഡിവൈഡ് ചെയ്യുക. 1 കപ്പ് ചോറ്, അത് പറ്റുമെങ്കിൽ ഇന്ന് തവിടുള്ള അരി കിട്ടുന്നുണ്ട്, അതിൽ ഹൈ ഫൈബർ കണ്ടൻ്റാണ്. 1 കപ്പ് ചോറ്, 1 കപ്പ് സാലഡ്, 1 കപ്പ് പച്ചക്കറി മീൻസ് കറി വെച്ചത്, 1 കപ്പ് തൈര്, 5ാമത്തെ കപ്പിൽ നമുക്ക് ഇറച്ചിയോ മീനോ കഴിക്കാം. അപ്പോൾ 5 കപ്പായി നമ്മുടെ ബാലൻസ് ഡയറ്റായി. ഇനി ഇത് ഒറ്റ ട്രിപ്പിൽ കഴിക്കണമെന്നില്ല. പ്രഗ്നൻസിയിൽ നമ്മൾ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് ആണ് പറയുക. അപ്പോൾ ഇത് ഒരു 12 മണിയാകുമ്പോൾ പകുതി ലഞ്ച് കഴിക്കുക, അത് കഴിഞ്ഞ് ഒരു 2:30 ആകുമ്പോൾ ബാക്കി പകുതി കഴിക്കുക. ഇങ്ങനെ സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് കഴിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്സ് പ്രഗ്നൻസിയിൽ സ്വാഭാവികമായിട്ട് കുറയും. അത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ സ്മോൾ മീൽസ് കഴിക്കുമ്പോൾ ഈ വയറ്
ഈ തള്ളി വന്ന് ഡയഫ്രത്തെ പുഷ് ചെയ്യലും ഗ്യാസ് വരലും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഈ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ച് കാർബോഹൈഡ്രേറ്റും പ്രോസസ്ഡ് ഫുഡും ഒക്കെ ഏറ്റവും മിനിമത്തിൽ കഴിച്ചാൽ അത് ഒരു ട്രെയിനിങ് പീരീഡ് കൂടിയാണ്. ബിക്കോസ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിയും ഇത് തന്നെ കണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയറ്റ് ആൻഡ് വെയ്റ്റ് ഇൻ പ്രഗ്നൻസി തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. പല പെൺകുട്ടികളും ഇന്ന് 20 മുതൽ 25 കിലോയാണ് ഒരു പ്രഗ്നൻസിയിൽ കൂടുന്നത്. ഇതൊന്നും എന്ത് ചെയ്താലും കുറയില്ല. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെയിറ്റ് കൂടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിറ്റ് കൂടാതെ പ്രിവെൻഷനാണ് എപ്പോഴും നമുക്ക് നല്ലൊരു അനുഭവം തരിക എന്നുള്ളൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ എപ്പിസോഡിൽ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.